യൂണിയൻ നേതാവല്ലേ? നിന്നെ എനിക്കറിയാം. നീ ജമാലി, നിന്നെ അറിയാം. എന്താ സാറേ വിശേഷിച്ച്? സലീം എവിടെ? സലീമോ? സൗദിയിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത് സലീം. സാർ, സലീമൊക്കെ ഇവിടെ അല്ല താമസം. അത് ഞങ്ങൾക്കറിയാം. സലീം എന്റെ ജ്യേഷ്ഠന്റെ മകനാ. അവൻ ഞങ്ങളെയും കബളിപ്പിച്ച് നടക്കുക. പിള്ളേ സെർച്ച്. Yes, sir. സലീം ഇവിടെ വരാറില്ല. എങ്കിൽ എവിടെയുണ്ടെന്ന് പറയൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിരുന്നു. 2 പിള്ളേരെ ആ കിളവിയെ ഇട്ടിട്ട് അവൻ എവിടെയാ കടന്നു കളഞ്ഞിരിക്കുക. സാർ അകത്തും പുറത്തും നോക്കി, എങ്ങും കാണാനില്ല. സാറേ, ഈ വെളുത്ത താടിക്കാരനെ പൊക്കിയാലോ? അപ്പൊ ഞങ്ങളെ വേണ്ടേ സാറുമാർക്ക്? വേണ്ടി വരുവടാ. മുസ്ലിയാരൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല, ഇന്റർപോളാ. പ്രതി എവിടെയുണ്ടെങ്കിലും ഞങ്ങൾക്ക് അവനെ പിടിച്ചു കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് അവനെ കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യണം. പറഞ്ഞ മനസ്സിലായല്ലോ? ഹലോ ഗായ്സ്, ഇതാ നമ്മുടെ എലിമ്പം മന്ത്രി അടുത്ത കലാപരിപാടി ഒരു നൃത്തമാണ്. പ്രശസ്ത ഗായകൻ ജോസഫിന്റെ ഇടത്തിൽ നമ്മുടെ മാഷിന്റെ വളർത്തുപുത്രനായ ജ്യോതിഷ് നൃത്തം ചവിട്ടിക്കൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്ക് മാറ്റിയതോട്ടുണ്ടായ കല്യാണം, നാദോസ്വരം വേണം, തകില് വേണം, പിന്നെ ആ ചാന്തേട്ടന്റെ തപ്പ് വേണം. പെണ്ണിന്റെ കയ്യിൽ നമസ്തേ. നമസ്തേ. എല്ലാവരും ഇരിക്കുക. ഞാൻ കേട്ടു എല്ലാവരുടെയും പാട്ടും നൃത്തവും ബഹളവുമൊക്കെ. മാഷിന് വളരെ സന്തോഷമായി. ഈ പ്രായത്തിലെ ചിരിക്കാനും ബഹളം വെക്കാനുമൊക്കെ കഴിയൂ. നമ്മളിങ്ങനെ ഒത്തുചേരുന്നത് പാടാനും ചിരിക്കാനും നിങ്ങളുടെയൊക്കെ ആശയങ്ങൾ പങ്കുവെക്കുവാനും വേണ്ടി മാത്രമാണ്. നിങ്ങളെയൊക്കെ പഠിപ്പിക്കുവാൻ സ്കൂളുകളിലും ട്യൂഷൻ ഹോമുകളിലുമൊക്കെ നിരവധി അധ്യാപകരുണ്ട്. പക്ഷെ നിങ്ങളെ പാടാനും ആടാനും നൃത്തം ചെയ്യാനും ബഹളം വെക്കുവാനും ഒക്കെ പഠിപ്പിക്കുവാൻ ഈ മാഷ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ വീടുകളിലും വിദ്യാലയങ്ങളിലും ട്യൂഷൻ ഹോമുകളിലുമൊക്കെ നിങ്ങളുടെ ചിരിക്കും കളിക്കുമൊക്കെ താഴെ വീണിരിക്കുകയാണ്. ഒരു കാര്യം കേൾക്കാം എല്ലായിടത്തും: പഠിക്ക് പഠിക്ക് പഠിക്ക്. അതുമാത്രമല്ല, വലിയ ആളാകൂ വലിയ ആളാകൂ വലിയ ആളാകൂ. ഇതുമാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂ. ഇനി ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരു ആമയും മുയലും കൂടി ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. അവർ ഒട്ടേറെ ദൂരം സഞ്ചരിച്ചു. അകലേക്ക് നോക്കി ആമ സങ്കടത്തോടെ പറഞ്ഞു, ഇനി എത്ര ദൂരം കൂടി നമുക്ക് നടക്കണം? അതുകേട്ട മുയൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മൾ എത്രയെത്ര ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് എത്ര ദൂരം മുന്നോട്ട് പോകണം? എത്ര അനുഭവങ്ങളാണ് നമുക്ക് ഇതിലൂടെ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞത്? ഒരു യാത്രയും പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല. ചുവടുവെച്ചാൽ ചുവടുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോണം മാഷേ. കറക്റ്റ് കറക്റ്റ്. ആട്ടെ, ഞാനൊരു ഗ്രഹപാഠം തന്നിരുന്നല്ലോ. അനീസി ഒന്ന് പറയാമോ? ക്രിസ്മസ് പപ്പായ്ക്ക് ഒരു കത്തെഴുതണം. ക്രിസ്മസ് പപ്പ എന്ത് സമ്മാനമാണ് തരേണ്ടതെന്ന്. എന്നിട്ട് അനീസി എഴുതിയോ? അത് എഴുതി മാഷേ. എന്നാ ഒന്ന് വായിക്ക്. വായിക്ക് വായിക്ക് അനീസിയ. എനിക്ക് സമ്മാനമായി ക്രിസ്മസ് പപ്പായെ ഒന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മതി. ഇരിക്ക്. ഇനി ആരതി വായിക്കൂ. ഇതെന്തൊരു കൂത്താ!
നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ലേ? ഞാൻ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് എത്ര നേരമായി? കൊച്ചാപ്പാക്ക് വിശക്കുന്നില്ലേ കൊച്ചാപ്പ? ഇക്ക, നിങ്ങൾ ഇങ്ങനെ നടക്കാതെ സമാധാനമായിട്ട് അവിടെ നിരിക്ക. സമാധാനത്തോടെ ഇരുന്നിട്ട് നാളെത്രയായി? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നേരത്തും കാലത്തും ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസങ്ങളായി? ചേട്ടത്തി അവനെന്തേ? അവൻ അവിടെ കിടക്കുക. ഐഷത്തോ? ഓ, അവളുടെ കാര്യമാ കഷ്ടം. കുട്ടികളെ കാണാതെ നെഞ്ചത്തടിയും നിലവിളിയാ. എല്ലാരും അവളെ തന്നെയാ കുറ്റം പറയുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ട്. ഓ, വിഷമം കൊണ്ടാടാ. ഒരു പൊട്ടി പെണ്ണ അവള്. അരീഫ, നീ അവിടെ പോയിന്ന് സമാധാനിപ്പിക്കേ. അവൻ അവിടെ ചുരുണ്ടുകൂടി കിടക്കുക. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അവന് പുറത്തോട്ട് ഇറങ്ങുന്ന തന്നെ പേടിയായിക്ക. പേടിക്കണ്ടാന്ന് പറയാ അവനോട്. അവന് നമ്മളെല്ലാരും ഇല്ലേ? കൊച്ചാപ്പ, നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്ക്. ഒന്നാമത് സുഖമില്ലാത്ത മനുഷ്യനാ നിങ്ങള്. കൊച്ചപ്പ, ചെല്ലു കൊച്ചപ്പ, ഞങ്ങളങ്ങ് വന്നോളാം. കൊച്ചാപ്പ, മോള് കണ്ണീരൊത്തിരി ഒഴുക്കി. ആ, എടാ സലീമേ, നിന്നെ ശാസിച്ചതും തെറി പറഞ്ഞതും നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. കുടുങ്ങിപ്പോയി. ഈ കുടുക്കിൽ വീണത് നമ്മുടെ കുടുംബമാ. അതിൽ ഞാനെന്നോ നീയെന്നോ ഉള്ള വ്യത്യാസം ഉദിക്കുന്നില്ല, അല്ലേ കൊച്ചപ്പ? ഇതാടാ മക്കളെ കുടുംബം. തെറ്റെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യും. ആ തെറ്റിനെ നമ്മൾ മറയ്ക്കുന്നില്ല. നിങ്ങളങ്ങ് വളർന്നെങ്കിലും എന്റെ കൈപിടിച്ചു വളർന്ന മക്കളാണ്. നിങ്ങളിപ്പോഴും എന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. വളർന്നു വലുതാകുന്ന പല മക്കളും വളർത്തിയവരെ അന്യമാക്കുന്ന ഈ കാലത്ത് ഏത് തീരുമാനത്തിനും നിങ്ങൾ ഈ കൊച്ചാപ്പായെ വിളിക്കുന്നു. പടച്ചവനെ, ഈ സ്നേഹത്തിന് മുന്നിൽ ഈ കൊച്ചാപ്പ തകർന്നു പോകുന്നു മക്കളെ. കൊച്ചാപ്പ, ഈ കുടുംബത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ ഒത്തിരി അഹങ്കരിച്ചവളാ ഞാൻ. ആ അഹങ്കാരത്തിനുള്ള ദുഃഖം നിങ്ങൾക്ക് ഞാൻ നൽകി. ക്ഷമ ചോദിക്കാൻ പോലും ഞാൻ അറിയല്ല. മോളെ, പ്രായശ്ചിത്ത ഒരുപാടായി, മതി. ഞാൻ പറയേണ്ട വാക്കുകളാണ് ഐഷത്ത് പറഞ്ഞത്. കണ്ണുനീരിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. എത്ര നല്ല ഇക്കാമരെയാണ് എനിക്ക് കിട്ടിയത്. കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്ത്. ഒരുപാട് വിഷമിച്ചില്ലേ നീ? എടാ സലീമേ, നിന്റെ ഇക്കക്കമാര് സമ്പാദിച്ചത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല. നീ കൊലപാതകമൊന്നും നടത്തിയിട്ടില്ലല്ലോ. സാമ്പത്തിക കുറ്റം മാത്രമല്ലേ ഉള്ളൂ. അതിനുള്ള പരിഹാരം നിന്റെ ഇക്കക്കമാര് കാണും. നിർത്ത. എന്റെ കണ്ണീർ തുടയ്ക്കാൻ മാത്രമുള്ളതല്ല ഈ കരങ്ങൾ. മോളെ ആരിഫ, ഇപ്പോഴാടി കൊച്ചാപ്പായ്ക്ക് വിശപ്പുണ്ടായത്. എടാ വരുന്നടാ മക്കളെ, നമുക്കെല്ലാരും കൂടി ഇരുന്ന് കഴിക്കാം. അനീസ്യ, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ നേര് പറയോ? ചോദ്യം കേക്കട്ടെ. നീ ഒരാളെ പ്രേമിക്കുന്നില്ലേ? അതൊക്കെ നിനക്ക് അറിവുള്ളതല്ലേ. അതിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിനക്കിത് എന്തു പറ്റി ആരതി? എനിക്കൊരാളെ ഇഷ്ടമാണ്. അമ്പടി കള്ളി. ആരാത്? കൃഷ്ണരാജ്. ആര്? കൃഷ്ണരാജ്. നീ ബോധത്തോടെയാണോ സംസാരിക്കുന്നത്? എല്ലാം അറിയുന്ന നീ ഇങ്ങനെ സംസാരിച്ച? അനീസ്യ, നീ ഒന്നും മറക്കുന്നു. നീ എന്താണെന്ന് മറക്കുന്നു. എന്തെങ്കിലും നിന്റെ ആഗ്രഹം സഫലമാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എന്തുകൊണ്ടില്ല? നിങ്ങൾ രണ്ട് സമുദായക്കാരാണെന്നുള്ള ചിന്തയെങ്കിലും വേണ്ടേ? നിന്റെ വാപ്പ സമ്മതിക്കുമോ? നിന്റെ കൊച്ചാപ്പമാർ സമ്മതിക്കുമോ? നിന്റെ സമുദായം സമ്മതിക്കുമോ? ആരതി, ഇല്ലടി, വിട്ടേര്. കൃഷ്ണരാജിനെ നീ മറന്നിരിക്കും. അവനറിയാതെ അവനെ ഇഷ്ടപ്പെട്ടു. എനിക്കവനെ വേണം. എന്താ ജോസഫേ, കയ്യിലെന്താ? പ്രേമലേഖനോ? പ്രേമലേഖനമല്ല, എന്റെ മനസ്സ്.
ആരൊക്കെ എങ്ങനെ മനസ്സിലായി? അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ വന്ന ജോസഫിന്റെ ചില ഗോഷ്ഠികൾ ഞാൻ കാണുന്നുണ്ടല്ലോ. ഒന്ന് വായിക്കണേ പ്ലീസ്. ഇതോ ഒരുത്തി അവിടെ വിരഹദുഃഖത്തിൽ നടക്കുന്നുണ്ട്, അനീസ്യ. അവക്ക് കൊണ്ടുകൊടുക്കും. അത് റിസർവ്ഡ് ആരതി. എന്നാലേ ഇവിടെ വേക്കൻസി ഇല്ല. എന്റെ ശരീരത്തിന് മാത്രമേ ദുഃഖക്കരമൊക്കെ ഉള്ളൂ. പോടാ. ഞാൻ പറഞ്ഞതിനകത്ത് വല്ല തെറ്റില്ലോ.